ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടനിൽ. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ന് പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കുമെന്നതാണ് കരാറിലെ പ്രധാന ധാരണ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. സമഗ്ര തന്ത്രപ്രധാനമായ പങ്കാളിത്തം, അതാണല്ലോ ഈ ഒരു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒപ്പം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുക. ഇന്ത്യക്ക് ഏറെ നേട്ടമുണ്ടാക്കുന്ന ഒരു കരാറെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റെന്തൊക്കെ അജണ്ടകളാണുള്ളത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ദ്വിദിന സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK-യിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹം ഇന്ത്യയിൽ നിന്നും തിരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ അദ്ദേഹം UK-യിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ ഹൃദ്യമായ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കുന്നത് ഇന്ത്യ UK വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി ഒപ്പുവെക്കും എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ കരാർ യാഥാർത്ഥ്യമാവുന്നത്. കരാർ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരണ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും അവിടെ തീരുവ ഒഴിവാക്കുമെന്നുള്ളതാണ്. ബ്രിട്ടനിൽ തീരുവ ഒഴിവാക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ കരാറിലെ ധാരണ. ഇതോടുകൂടി ഈ തുണിത്തരങ്ങൾ, ഒപ്പം തന്നെ ഈ ജുവലറി ഐറ്റംസിന് ഉൾപ്പെടെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെ തീരുവ ഉണ്ടാകില്ല. ഇത് ഏതാണ്ട് ഇന്ത്യയും UK-യും തമ്മിൽ 4 വർഷമായി ഇത്തരത്തിലേക്കുള്ളൊരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നത്. പ്രധാനമന്ത്രി ഇന്ന് ആ കരാറിൽ ഒപ്പുവെക്കും. ഒപ്പം തന്നെ UK പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം പിന്നാലെ ചാൾസ് മൂന്നാമൻ രാജാവുമായും ഇന്ന് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ദ്വിദിന സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി UK-യിൽ എത്തിയിരിക്കുന്നത്. UK സന്ദർശനം 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലി ദ്വീപിലേക്ക് യാത്ര തിരിക്കും. മാലി പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് മാലിയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. അവിടെ വെള്ളിയാഴ്ചയായിരിക്കും അദ്ദേഹം എത്തിച്ചേരുക. ശേഷം 26-ന് ശനിയാഴ്ച മാലി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. 60ാം വാർഷികമാണ്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക. വിനിത, ഒരു കാര്യം കൂടെ, ഈ സന്ദർശനത്തിൽ മറ്റൊരു പ്രധാന അജണ്ടയാണല്ലോ വിജയ് മല്യയെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത്. ഇക്കാര്യം ചർച്ചയാകുമോ? തീർച്ചയായും ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അതായത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള വ്യവസായി വിജയ് മല്യയെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ ഖാലിസ്ഥാൻ ഭീകരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഉന്നയിച്ചേക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി, വിനീത വിജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം തുടരുകയാണ്.